ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. EM വേവ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഇക്വേഷൻ തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് of a plane electromagnetic wave is given by EY is equal to 69 sin 0.6 into 10 raised to 3x minus 1.8 into 10 raised to 11t. The expression for magnetic field associated with this electromagnetic wave is. Okay. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. B is equal to അല്ലെ B0 into ഫേസ് ആ ഇലക്ട്രിക് ഫീൽഡ് അതേ ഫേസ് തന്നെയായിരിക്കും 0.6 into 10 raised to 3x മൈനസ് 1.8 into 10 raised to 11t. ശരിയാണോ? ഈ ഒരു ഫോമിലാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഈ B0 കണ്ടുപിടിക്കണം, പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഏത് ഡയറക്ഷനിലാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് B0 കാണാൻ നമ്മൾ പഠിച്ചത് എന്താ? B0 എന്ന് പറയുന്നത് E0 ഡിവൈഡഡ് ബൈ സ്പീഡാണ് അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം, ഒരു വേവ് തന്നാൽ സ്പീഡ് V എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡഡ് ബൈ K ആണ്. ഇവിടെ നോക്കാം, ഒമേഗ എന്ന് പറയുന്നത് ടീൻ്റെ കൂടെ ഉള്ള ആളല്ലേ, 1.8 into 10 raised to 11 അല്ലേ? K എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ ഉള്ള ആളല്ലേ, 0.6 into 10 raised to 3. ഇത് ചെയ്താൽ 3 into 10 raised to 8 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി E0 by 3 into 10 raised to 8 ആണ് എന്ത്? B0. ആ E0 എത്ര? 69 അല്ലടാ. അപ്പൊ നമ്മൾ നോക്കിയാൽ 69 into 10 raised to minus 8 ഡിവൈഡ് ബൈ 3 അല്ലേ? അത് 23 into 10 raised to minus 8 or 2.3 into 10 raised to minus 7. അപ്പൊ B0 ആയി 2.3 into 10 raised to minus 7. ഇനി നമുക്കറിയേണ്ടത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്. അതിന് നമ്മളിതാ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിയേ. ഈ ഇക്വേഷനിൽ നോക്കിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആണ് അല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഈ ക്രോസ് ബീന്റെ ഡയറക്ഷനാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ? ഇത് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ്, അത് ഞാൻ വെറുതെ ഐ ക്യാപ്പ് എന്ന് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നോക്ക് വൈ ഡയറക്ഷനിലാണ്, അപ്പൊ ഇത് ജെ ക്യാപ്പ് ആണ്. ക്രോസ് ബീന്റെ യൂണിറ്റ് വെക്ടർ, ബീന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഞാൻ യൂണിറ്റ് വെക്ടർ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്താ അല്ലേ? എടാ ഐ കിട്ടണേ ജെ ക്രോസ് കെ അല്ലേ ഐ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബി ക്യാപ്പിന്റെ സ്ഥാനത്ത് എന്ത് വരണം? കെ എന്ന് വരണ്ടേ അല്ലേ? അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഏത് ഡയറക്ഷനിലാ? സെഡ് ഡയറക്ഷനിൽ അല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ സെഡ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആ ബി സെഡ് ഈക്വൽ ടു എന്ന് എഴുതേണ്ടത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇക്വേഷൻ വരേണ്ടത് എന്താ നോക്ക്, ബി സെഡ് ഈക്വൽ ടു അല്ലേ, B0ന്റെ വാല്യൂ 2.3 into 10 raised to minus 7. ബാക്കിയൊക്കെ എന്താണ്? നമ്മളെ ഈന്റെ അതേ ഫേസ് അല്ലേ വരടാ. അപ്പൊ ഈന്റെ അതേ ഫേസ് ആണെങ്കിൽ ഉറപ്പിച്ചോ 3ഉം കട്ട് ചെയ്തു പോയി, 2ഉം കട്ട് ചെയ്തു പോയി അല്ലേ? ഇനി എന്ത് വരണം? ബി സെഡ് വരണ്ടേ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 അല്ലേ ആൻസർ. ഓക്കെ.